വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ആ സവാളയിലേക്ക് ഇടുകയാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതധികം വഴണ്ട് വരണ്ട സവാള, കാരണം എന്നാ നമുക്കൊന്ന് കഷ്ണം ആയിട്ടൊന്ന് കടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. പുളിയൊക്കെ സവാളയിൽ പിടിച്ച് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ആ സവാള നമുക്ക് കഴിക്കാനായിട്ട്. സവാളയൊക്കെ വഴണ്ട് വന്നിട്ട് എടുത്തു വെച്ചിട്ടുള്ള തൈര് ചേർക്കാം. തൈര് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട, വെള്ളം ഒഴിക്കാതെയാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വയ്ക്കുക, തിളക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈര് പിരിഞ്ഞു പോകും. അത് ശ്രദ്ധിക്കുക എല്ലാവരും. ചെറിയ ചൂട് കാണാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് തയ്യാറാക്കാം. തേങ്ങ അരയ്ക്കാതെ നല്ല കുറുകിയ മോരുകറി വളരെ ഈസി ആയിട്ട്